ആദ്യ കാലങ്ങളിലൊക്കെ നമുക്ക് ഹൈലൈറ്റുകൾ ഉണ്ടാവും. അതെ അതെ അതെ. അന്ന് ഏറ്റവും കൂടുതൽ കയ്യടി മേടിക്കുന്ന അന്ന് ഈ മണിച്ചേട്ടൻ നിറവാട് ക്ഷേത്രത്തിൽ ഷോ ചെയ്തപ്പം ഈ സ്പീഡിൽ സംസാരിക്കുന്ന പ്രാസം വെച്ച് സംസാരിക്കുന്ന ഒരാളെ അവതരിപ്പിച്ചായിരുന്നു. അതെ അതെ. അപ്പോൾ അത് ഞാൻ കേട്ടു. ഞങ്ങളുടെ കുഞ്ഞോണ്ട് പറഞ്ഞു, കുഞ്ഞോണ ഇതുപോലെ പറഞ്ഞ് എഴുതിയാൽ ഞാൻ പഠിച്ച് പറയാൻ പറ്റുന്നു. അതിന് പുള്ളി എഴുതിയത് ഒരു സംഭവം ഉണ്ടായിരുന്നു ഇങ്ങനെ. അത് ഇതുപോലെയായിരുന്നു. പോടാ 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 പൊട്ട പട്ടാപ്പൽ പാതിരാത്രി പൊട്ടിയ കുട്ടികൾ നമ്മളെ കെട്ടിപ്പിടിച്ചും കുട്ടി പൊട്ടിക്കറിഞ്ഞ് ഇട്ടപോലെ വട്ടത്തിൽ തട്ടിക്കളിച്ച് നാട്ടി പാട്ടാടെ പൊട്ടി ആട്ടപ്പൊട്ട കല്ലെടുത്ത് പട്ടിയെറിഞ്ഞ പട്ടിക്ക് നോവും ടിപ് ടോപ്പ് പാട്ട് കണക്കുന്ന മട്ടാഞ്ചേരിയിലെ കുട്ടപ്പച്ചേട്ടൻ 8ാമത്തവൻ വലിയ വട്ടന്മാർ കണക്ക് വലിയ മുട്ടം വടിയെടുത്ത് നാട്ടുകാരുടെ നട്ടലിട്ട് തട്ടി മുട്ടും കൊണ്ട പൊട്ട വീട്ടിൽ വന്ന ചട്ടിയും ചട്ടവും മുട്ടേണ്ട് ഉരുട്ടിയിട്ട് പൊട്ടിച്ചിട്ട് പൊട്ടി ഇഷ്ടിയ കഷ്ണങ്ങളിട്ട് ഉരുട്ടിയിട്ട് വലിയ മുട്ടം ബെഡെടുത്ത് പെട്ടെന്നുള്ള പട്ടി കട്ടപ്പന കൊട്ട മേടിക്കാൻ പോയപ്പം കട്ടപ്പന കൊട്ടയില്ലാത്തതുകൊണ്ട് അപ്പുറത്തുള്ള കുട്ടപ്പഞ്ചൻ്റെ കൊട്ട മുട്ടിച്ച പട്ടി കുട്ടപ്പഞ്ചൻ്റെ കൊട്ട മുട്ടിക്കാൻ പോയപ്പം പട്ടിയെ കൊണ്ട് കട്ടയെടുത്ത് കൊട്ടയെ വെച്ച് ചട്ടനായ പൊട്ടനല്ലടാ വട്ടാ നീ അന്തിക്ക് ചിന്തിച്ചിരിക്കണം കോന്ത മന്ദകാലം വലിച്ച് മുന്തിരി കള്ളും കുടിച്ച് അങ്ങനെ കുറെ ഉണ്ട്. ഞാൻ ഉള്ള കാര്യം പറയാം. പക്ഷേ സാധാ വാക്ക് പറഞ്ഞിട്ട് എനിക്ക് തെറ്റിപ്പോണ്. ഇതെങ്ങനെ അല്ല, ഇതൊരു വേറെ പവറാട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ പറയാൻ വരണ്ടേ വരണം. അതിൽ സാജൻ ചേട്ടനായിട്ട് സംഗമിത്ര കളിക്കുന്ന സമയത്താണ് ഷമ്മിത്തിലനാണെന്ന് തോന്നുന്നു പറയുന്നത്. സാജ ഇങ്ങനെ മകാരം മാത്യു എന്ന് പറഞ്ഞ രസമാണ്. മായെക്കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ സാജൻ അത് പഠിച്ചത് സാധനം ഭയങ്കര രസമായിരിക്കുന്നു. സാജൻ ചേട്ടൻ അത് പഠിച്ചിട്ടാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ അത്ഭുതകരമായിട്ട് അതായത് ഇത് എങ്ങനെ പറയണം നമ്മളിങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സംഭവം സാജൻ ചേട്ടനെ. പിന്നെ എല്ലാം അന്ന് ഡെയിലി 28, 30, 32 പ്രോഗ്രാമൊക്കെ ഒരു മാസം സംഗമിത്രയ്ക്ക്. അപ്പം നാടകം ഇല്ലാത്ത സ്റ്റേജിൽ വരെ ഈ മിമിക്രി കയറ്റുമോ സാഞ്ചേട്ടൻ. എല്ലാ സ്റ്റേജിലും ഞാനിത് സൈഡിൽ പോയിരുന്നു കേൾക്കും സാഞ്ചേട്ടൻ പറയുന്നത്. ഇവരെ 3 പേരാണ് ഇത് കളിക്കണേ, പ്രസാദ്, മുഹമ്മദ്, ഷിഗാദ്, സാൻപിള്ളൂർത്തി. ഇതെല്ലാം ഞാനിത് സൈഡിൽ നിന്ന് കേൾക്കുക. അപ്പോൾ ഓരോ സ്റ്റേജിലും ഞാൻ ഓരോന്നിങ്ങനെ പഠിക്കുമായിരുന്നു. ആദ്യത്തെ പറഞ്ഞിട്ട് മ എന്ന അക്ഷരത്തിന് മഹാത്മ്യത്തെക്കുറിച്ച് മലയാളികളുടെ മൊഴിയാണ് മകാരം മാത്യു. 56 അക്ഷരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷരമാണ് മലയാളി മക്കളെ മാ. അമ്മ, ഉമ്മ, അമ്മൂമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ അമ്മ അങ്ങനെ മൊത്തത്തിലുണ്ട്. മാ ശരീരത്തിൻ്റെ പ്രധാന അവയവങ്ങളെല്ലാം തന്നെ മായാണ്. മാറുമുതുക് വന്ന് മസ്തിഷ്കം മുടി മൂക്കും മുട്ട് മനസ്സിലേക്ക് തന്നെ മായുണ്ട്. മായുടെ മഹാത്മ്യത്തെക്കുറിച്ച് മൊഴി നമ്മൾ ആദ്യം മനസ്സിലോടിയെത്തുന്ന മണ്ണിലെ മൂലകങ്ങളെ മങ്ങടാതെ കാത്തിലാണ് മണ്ണൊലിപ്പ് തന്നെ മരങ്ങൾ വേണം. മരമില്ലാതായി പിന്നെ മഴയില്ലാതായി മാറും. മഴയില്ലാതായി പിന്നെ മണ്ണിയുടെ മോശം മരങ്ങളെ മുറിക്കുന്ന മരങ്ങളൊക്കെ ആയി കണ്ടാൽ മാനുഷാത ചൊല്ലി നമ്മൾ മാറ്റി നിർത്തണം. മരങ്ങളിൽ ആളിക്ക് വേണം, മരങ്ങളെ വളർത്തണം. മരമഹോത്സവത്തിനെ മറക്കണമെന്നല്ല മാനിക്ക് വേണമെന്നാണ് സിനിമ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമാ സിനിമാ നടന്മാരുടെ യൂണിയനായ അമ്മ അതുകൊണ്ട് കെട്ടിപ്പിടിച്ച സിനിമാ നടന്മാരെ കുറിച്ച് ആദ്യം പറയാം. 3 മമ്മൂട്ടിയാണ് മലയാള സിനിമ മിന്നത്തിലങ്ങുന്ന ഒരു മെഗാതാരം. മധ്യവയസ്കനെ മാതൃപുരുഷനെ മാധവനെ മലയാള സിനിമയ്ക്കെത്തി മമ്മൂട്ടി മറികടക്കാൻ വേണ്ടി മഞ്ഞൾ വിരിഞ്ഞ പൂരിട്ട മഹാവില്ലനെ മലയാള സിനിമയ്ക്കെത്തി ഒരുമായുള്ള മോഹൻലാലിൻ്റെ മരമായമാണ് മലയാള സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അങ്ങ് പറഞ്ഞു. എങ്ങനെയും പിടിച്ചു നീങ്ങണം, ഏത് വഴിയാണെന്നും എനിക്കറിയത്തില്ല. സിംഗർ വന്നില്ല, പെണ്ണ് വന്നില്ല, പടം മിമിസ്കാരമളയാണ്. ഞാനിതിങ്ങനെ കേട്ടു. അല്ല, ഈ അന്തം വിട്ട പ്രതി എന്തും ചെയ്യുമെന്ന് പറഞ്ഞ പോലെ അന്ന് നമ്മൾ നിലനിൽപ്പ് കാര്യം എങ്ങനെയെങ്കിലും കയറണം. ഇങ്ങനെ ഒരു ഹമ്മിങ്. ഉണരോ വേഗം നീ സുമറാണി വന്നു നായകൻ പ്രേമത്തിൻ മുരളേ ഗായകൻ മലരേ നമ്മുടെ ട്രൂപ്പിൽ മോഹൻലാൽ, മമ്മൂട്ടി ഫസ്റ്റ് വരും. ലാലേട്ടൻ, മമ്മൂക്ക, അങ്ങനെ നമ്മുടെ ഈ വടകര കഴിഞ്ഞിട്ട് കടപ്പുറത്തൊരു പരിപാടി നമുക്ക് ലാലേട്ടൻ്റെ ഫിഗർ ചെയ്യുന്നതും വരാന്നോട്ട് വന്നില്ല. അപ്പൊ നിങ്ങൾ എന്നെ കളിയാക്കും. കാര്യം ഞാൻ ആ സമയത്ത് ഒരു നോട്ടമുണ്ട്, എല്ലാവരും നോട്ടുണ്ട്, ആക്കാൻ പറ്റുമോ എന്നുള്ളൊരു നോട്ടാണ് നോക്കണത്. അവസാനം അജയൻ മാടക്കൽ എന്ന് പറയുന്നൊരു കലാകാരൻ നിന്നെപ്പോലെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അപ്പൊ അവന്റെ മുഖം ഒരിക്കലും മോഹൻലാൽ ആവില്ല, ഒരിക്കലും ഇല്ല. പക്ഷെ അവിടെ മോഹൻലാൽ വന്നേ പറ്റുമെന്ന് ഓർത്തപ്പോൾ ഞാൻ പറഞ്ഞു നീ എങ്ങനെയെങ്കിലും മോഹൻലാൽ ആവും. ശരിയല്ലേ? അങ്ങനെ നമുക്ക് കളിച്ചു പോകണം. നമുക്കിത് നടത്തിയില്ലെങ്കിൽ ടൈറ്റിൽ നടത്താൻ പറ്റില്ല. ടൈറ്റിലാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ്. അങ്ങനെ അജയൻ മാടക്കൽ ആ ദൗത്യം ഏറ്റെടുത്തു. അവൻ ഒരിക്കലും മോഹൻലാലാവാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഞാൻ ആരുമില്ലല്ലോ, ഇത് ലൈറ്റ് കുറച്ചിട്ടോ പുകയിട്ടോ അതിൻ്റെ ഉള്ളിൽ വന്ന് കളിച്ച് പൊക്കോട്ടെ. ഞാൻ അങ്ങനെ ഐറ്റം തുടങ്ങി, ഞാൻ അനൗൺസ് അത് കഴിഞ്ഞ് മാറി അവിടെ ഞാൻ നോക്കിയപ്പോൾ മമ്മൂട്ടി വന്നു, മോഹൻലാൽ വരാൻ നോക്കിയപ്പോൾ തട്ടിയുടെ അടുത്ത് വന്ന് നിൽക്കുക. ഞാൻ ഈ സൈഡിൽ നോക്കിയത് ആരാ ദൈവം ഈ നിൽക്കണേ നോക്കിയപ്പോൾ അവൻ എങ്ങാണ്ടെന്ന് ഒരു വിഗാണോ എന്താ കാക്ക ചത്തിട്ട് തലയിൽ വന്ന് കിടക്കും ഒരു സാധനം ഇങ്ങനെയൊക്കെ വെച്ച് ഒരാൾ നിൽക്കണം. ഞാനിങ്ങനെ നോക്കിയത് ആരാ ഇവനെന്നെ ഓർമ്മയുണ്ടോ? എൻ്റെ അല്ലെന്നൊരു മോഹൻലാൽ കണ്ടാൽ എന്നെ
വെടിവെച്ച് കൊല്ലും. നീ എന്നെ ഇങ്ങനെയൊക്കെയാണ് അവിടെ കാണിക്കണത്. അയ്യോ, നമ്മൾ പണ്ടെന്നൊക്കെ പറഞ്ഞിപ്പം ശ്രീനിവാസൻ സാറിൻ്റെ ശബ്ദം, അതെ, നമ്മൾ ഫസ്റ്റ് ഡയലോഗ്, അതായത് അമ്മാമ്മേ എന്ന് അല്ലെങ്കിൽ ദാസാ അങ്ങനെ വിളിക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യടിയാ. കാരണം പെട്ടെന്ന് കിട്ടി. അല്ലെങ്കിൽ അതേപോലെ പപ്പു ആണെങ്കിലും മൈദീനെ ഇത്രയും പറഞ്ഞാൽ മതി. അതെ, ഓക്കെ. പക്ഷേ ഇന്നത്തെ ഒരു വളരെ ഇപ്പം വിനായകൻ പറഞ്ഞാൽ ഓക്കെ, വിനായകൻ ശരിക്കും ജനങ്ങളിലേക്ക് വന്നു. ബാക്കി കുറേ പേരുടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാനുള്ളൊരു ടൈം എടുക്കണം. അതങ്ങനെ കയ്യടി വരാൻ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. പണ്ടത്തെ അതാണ് പ്രത്യേകതകളുണ്ട്. ഇപ്പം മുകേഷ് നടന്നൊരു പ്രത്യേകത ഉണ്ട്. ആ പ്രത്യേകതകൾ ഞാൻ മനസ്സിലാക്കിയത് അത് ഒരുപാട് സിനിമകളിൽ അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ചില നടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് സിനിമകളില്ല, അവരുടെ വോയിസ് മനസ്സിലാക്കിയെടുക്കാനുള്ള ഒരു സിനിമകളില്ല. എനിക്ക് തോന്നുന്നു അതിൽ ഇപ്പം ഏറ്റവും പെർഫെക്ഷനായിട്ട് വന്നിരിക്കുന്ന മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് അതും ഇങ്ങനൊരു ആ നടൻ അതേതാണ് എന്ന് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മാമുക്കോയ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം മാമുക്കോയ എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വന്നിട്ട് എടോ കള്ളപ്പിള്ളേ എന്ന് പറയുമ്പോൾ മാമുക്കോയായി. അത് ആ ശൈലിയുടെയാണ്. അമരം അശോകൻ ചേട്ടന് ശബ്ദം തീർച്ചയായിട്ടും എനിക്ക് വളരെ ഭംഗിയായിട്ട് രാഷ്ട്രീയ സ്റ്റേജിൽ അവതരിപ്പിച്ച് കൈയടി വാങ്ങാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു നടനാണ്. ഒന്നെടുത്ത് ഇതൊരു മറ്റൊരു പരിപാടിയായി. രാധയ്ക്ക് ഓർമ്മയുണ്ടോ? പരീക്ഷ ജയിച്ച ഗുരുവായൂർ ഒരു ശാനപ്രശ്നം, പിന്നെ ഒരു പുഷ്പാഞ്ജലി. എൻ്റെ വാക്ക് ഞാൻ പാലിച്ചു. മുട്ടക്കിത്തിരി പൊട്ടി, കുഴപ്പമില്ല, ഒരു ചുംബനം തരും, കടവോട്ട് തന്നാൽ മതി, നാളെ തിരിച്ചു തന്നേക്കാം, പെണ്ണെ പോകല്ലേ. കറക്റ്റ്. അതുപോലെ തന്നെ വിജയരാഘവൻ ചേട്ടൻ ഇതുപോലെ ഇത്ര പവർഫുള്ളായിട്ട് വിജയരാഘവൻ ചേട്ടൻ്റെ ഡയലോഗ് ഇതായിരുന്നു, വീട്ടിലെ വിടിയിപ്പിക്കാനാ ഞാൻ വന്നേ, കാട്ടിൽ കയറി കൊമ്പനാനയുടെ കണ്ണി വെടി പൊട്ടിക്കുന്നോടാ കറിയാച്ചൻ, നിനക്കറിയില്ല എൻ്റെ മക്കളുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വീണ നിന്റെ ഈ പെടലിക്ക് വേണ്ടി തലയിടാതില്ലടാ. പറയുന്ന കറിയാച്ചനാ ചേറാടി കയറിയാൻ. കറിയാച്ചനെയും ദൈവന്മാരെയും അനുസരിക്കാത്ത ഒരുത്തനെയും ഇവിടെ വാഴിക്കത്തില്ലടാ. അത് പട്ടാളമല്ല, പോലീസാണെങ്കിലും വാഴിക്കത്തില്ലടാ. ഇപ്പൊ ഈ ന്യൂ ജനറേഷൻ ഏതെങ്കിലും താരത്തെ അനുകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പലരും ചോദിക്കാൻ. വിനായകനെ ആണെങ്കിലും ഇപ്പൊ വിഷ്ണു ഉണ്ണികൃഷ്ണൻ നിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ കറക്റ്റാ. എനിക്ക് ഗ്ലാമറില്ല, സൗന്ദര്യമില്ല, കറുപ്പുവാ. ഇവൻ കറക്റ്റാ, നല്ല തീർച്ചയാ. സഹോ അത് സഹോൻ്റെ അമ്മ കൂടുതലാണ് തോന്നണം കേട്ടോ. അമ്മയില്ലാണ്ടായ അമ്മയെന്നൊന്ന് വിളിക്കാൻ കുതിക്കും. അപ്പോൾ ആ വിളിയേക്കാൻ ആരില്ലാണ്ടെന്നൊരു അവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടമാടാ. എനിക്ക് ഇന്നും വരെ വിളിക്കാൻ പറ്റിയിട്ടില്ല. സഹോ നീ നിൻ്റെ അമ്മയൊന്നും പറയലടാ. അങ്ങനെ പറയുന്നത് നല്ല